2650 രൂപയായി എനിക്ക് ഈ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്യാനായിട്ട്. ഈ ഗ്രില്ല് വന്നപ്പോഴാണ് വണ്ടിക്ക് കാണാനൊരു പ്രത്യേക ലുക്ക്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വണ്ടി പോകും. ഇങ്ങനെ കിടന്ന് ആടും, പക്ഷേ വണ്ടി വീണാലും ഇതിനെ ബാധിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ ഒരു സംഭവം ഞാൻ എക്സ്ട്രാ വെച്ചതാണ്. ഇവിടെ വിശാലമായ സ്ഥലമുണ്ട്, എനിക്ക് ഇവിടെ ഒരു പേര് വെക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം തട്ടിയാൽ മാത്രമാണ് വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ. നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ പുതിയ വണ്ടിയുടെ റിവ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. റിവ്യൂ അതുപോലെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പം എൻ്റെ വണ്ടി എന്ന് പറയുന്നത് യമഹ റേസ് ZR 125 സ്റ്റാൻഡേർഡ് ഡ്രം ആണ് എൻ്റെ വണ്ടി. Searching for greatness in a sea of the dying and shameless, a sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it, and I don't think I'll be fine if I don't break my limitations. Don't try to stop me, I exist to write my own story. I'll make a decision if I want some peace or if I want the glory, yeah. റിവ്യൂ എങ്ങനെയൊക്കെ ചെയ്യാമെന്നറിയില്ല, പക്ഷേ എനിക്കറിയുന്ന പോലെ എൻ്റെ വണ്ടിയുടെ യമഹ റേസ് ZRൻ്റെ ഒരു റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് സ്റ്റാൻഡേർഡാണ് കേട്ടോ വണ്ടി വന്നേക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡ്രം ആണ് വന്നേക്കുന്നത്. ഡ്രം എന്താ ഉദ്ദേശിക്കുന്നത്, ബ്രേക്കിംഗ് സിസ്റ്റമാണൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ബ്ലാക്ക് ആണ് എൻ്റെ വണ്ടി. ഈ ഒരു സ്ഥലം തൃശ്ശൂർ മുല്ലശ്ശേരിയിൽ കണ്ണോത്ത് പാടത്താട്ട വന്നത്. ഇവിടെ അത്യാവശ്യം വിശാലമായ വലിയൊരു പാടവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അവിടെ അങ്ങനെ അത്ര ഇതുപോലുള്ള നല്ല പാടവും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ഇവിടേക്കൊക്കെ ഒന്ന് വരണം, പാടത്തേക്കൊക്കെ വരാനായിട്ട്. അപ്പം അവിടെയാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് എവിടെ നിന്ന് തുടങ്ങേണ്ടതെന്നൊക്കെ അറിയില്ല. KL 46 ആണ് രജിസ്ട്രേഷൻ. മെയിനായിട്ട് പറയാൻ വെച്ചെങ്കിൽ ഹൈബ്രിഡ് ആണ് ഈ വണ്ടി. ഹൈബ്രിഡ് സിസ്റ്റമാണ് വരുന്നത്. ഇത് ഗ്രില്ല് സെപ്പറേറ്റ് വെച്ചതാണ് കേട്ടോ. 2650 രൂപയായി എനിക്ക് ഈ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്യാനായിട്ട്. ഈ ഗ്രില്ല് വന്നപ്പോഴാണ് വണ്ടിക്ക് കാണാനൊരു പ്രത്യേക ലുക്ക്. അതിന് ഏറ്റവും ലുക്കാക്കിയത് ഈ ഒരു വണ്ടിയുടെ ഗ്രില്ല് തന്നെയാണ്. കാരണം ഇത് കുറച്ചും കൂടി നല്ല വീതിയുള്ള ഒരു ഗ്രില്ലാണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിക്ക് ഫുൾ എമൗണ്ട് വന്നത് 1,11,500 സംതിങ് ആണ് കേട്ടോ വണ്ടിയുടെ ഫുൾ എമൗണ്ട് ആയിട്ട് വന്നത്. സ്റ്റാൻഡേർഡ് ഡ്രം ആണ്. ഡ്രം എന്ന് പറയുമ്പം വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഡിസ്ക് ഉണ്ട്, ഡ്രമ്മും ഉണ്ട്. ഡിസ്ക് എന്ന് പറയുമ്പം കുറച്ച് നിങ്ങൾ സ്റ്റീലിൻ്റെ ഒരു സംഭവം കണ്ടിട്ടുണ്ടാകും, അതുപോലത്തെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഡിസ്കിൻ്റെ. പിന്നെ ഡ്രം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെ മറ്റ് വണ്ടികൾക്ക് ഉണ്ടാകുന്ന പോലത്തെ ഇതുപോലത്തെ ഉള്ളൊരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അലോയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്, കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളൊരു ഇതാണത്. ഈ ഒരു ടയർ നോർമൽ എല്ലാ വണ്ടികൾക്കും ഉണ്ടാകുന്ന പോലത്തെ അതേ സൈസിലുള്ള ടയറാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ വരുന്ന ടയർ കുറച്ചുകൂടി വീതിയുണ്ട് കേട്ടോ. അത് കുറച്ച് നല്ല വീതിയുള്ളൊരു ടയറാണ്. ഇതിൻ്റെ അലോയും ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. ഫ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5.2 ലിറ്ററാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്യൂവൽ കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. പിന്നെ 125 cc എന്ന് പറയുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളതേ, നമ്മളെന്തെങ്കിലുമൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വണ്ടി പോകും. ഇതൊരു വിൻഡ് സ്ക്രീൻ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര വലിയ ഓവറല്ല. ചില വണ്ടികൾക്ക് ഞാൻ വലിയ ഒരു സ്ക്രീൻ പോലെ കണ്ടിട്ടുണ്ട്, പക്ഷേ വിൻഡ് സ്ക്രീൻ പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അത്രയൊന്നുമില്ല. പിന്നെ ഇതൊരു ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ, ഒരു കുഞ്ഞൊരു ലൈറ്റാണ് ഇത്. ഹെഡ്ലൈറ്റ് അല്ല, ഹെഡ്ലൈറ്റ് ഇത് ഇവിടെയാണ്. ഇവിടെ ഒരു ലൈറ്റ്, ഈ ലൈറ്റും കത്തും. അപ്പോൾ ഇങ്ങനെ ഒരു പോർഷൻ ചെറിയൊരു ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റേഴ്സാണ് കേട്ടോ. സാധനം ഇങ്ങനെ കിടന്ന് ആടും, പക്ഷേ വണ്ടി വീണാലും ഇതിനെ ബാധിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോർമൽ ലൈറ്റുകളാണ് ഈ രണ്ടെണ്ണം. പിന്നെ ഇവിടെ വിശാലമായ സ്ഥലമുണ്ട്, എനിക്ക് ഇവിടെ ഒരു പേര് വെക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ അതെ ഇവിടെ നമ്പർ പ്ലേറ്റ് വരുന്നു. പിന്നെ ഇതാണ് ഹെഡ്ലൈറ്റ് വരുന്നത് കേട്ടോ. അപ്പം ഇത് നോർമൽ ഹെഡ്ലൈറ്റാണ്, നോർമൽ ഹലോജൻ ബൾബാണ് കേട്ടോ. അത് സ്റ്റാൻഡേർഡ് ഡ്രമ്മിൽ വരുന്നത് നോർമൽ ഹലോജൻ ബൾബാണ് കേട്ടോ. ഈ രണ്ട് സൈഡിലും യമഹയുടെ ഇതുപോലെ പേരുണ്ട് കേട്ടോ. അത് ഇവിടെയും പേരുണ്ട്. അതുപോലെ ഇവിടെയും യമഹയുടെ 125 എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ എക്സ്ട്രാ വെച്ചതാണ്. ഇത് എടപ്പള്ളിയിലല്ല, ഇത് ഞാൻ കലൂര് സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നൊരു കടയുണ്ട് കേട്ടോ. എന്താ പേര്, വർണ്ണം
സ്റ്റിക്കേഴ്സോ അങ്ങനെ എന്തോ പേരാണ്. അപ്പം അവിടെ പോയിട്ട് ഞാൻ ഈ ഒരു സ്റ്റിക്കർ, ഞാനിത് യമഹയുടെ തന്നെയാണ് അവരുടെ ഒരു സൈൻ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിക്കർ തന്നെയാണ് ഞാനിവിടെ ഒട്ടിച്ചത്. കാരണം എന്താ വെച്ചാൽ ഒരു വട്ടം എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി മെയിൻ റോഡിലേക്ക് എത്താനായിട്ട് കുറച്ച് ഇറങ്ങാണ്ട് കേട്ടോ, കുറച്ച് ചെറിയൊരു വഴിയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു വളവെത്തിയപ്പം ഒരു വലിയ കല്ല് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ കല്ല് ഞാൻ കണ്ടില്ല, അതിൻ്റെ ഇടയിൽ വണ്ടി ഇന്ന് സ്ലിപ്പായി പോയി, ജസ്റ്റ് ഒന്ന് മറിഞ്ഞു. അപ്പം ഇവിടെ കോറൽ വന്നു കേട്ടോ, ഈ ഒരു സ്റ്റിക്കറിൻ്റെ മേൽ കോറൽ വന്നപ്പം അതൊരു ഭംഗികേടായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഈ ഒരു സ്റ്റിക്കർ അതുമേ വെച്ച് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 100 രൂപയുടെ ഈ ഒരു സ്റ്റിക്കർ വയ്ക്കാനായിട്ട്. അപ്പോൾ ആ ഒരു വീഴ്ചയിൽ ഇത് ഇവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും എനിക്ക് എങ്ങനെയും പെയിൻ്റൊക്കെ ചെയ്തിട്ട് സെറ്റാക്കണം എന്നുണ്ട്. അത് കല്ല് കണ്ടില്ല ഞാൻ, അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ ഗുരുവായൂരിൽ നിന്ന് എറണാകുളം വരെയൊക്കെ 3-4 വട്ടം പോയിട്ടും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, വണ്ടി മറിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഓടിച്ച് പ്രാക്ടീസ് ആയല്ലോ. 10 വർഷം ഞാൻ യൂസ് ചെയ്ത വണ്ടി, എൻ്റെ യമഹയുടെ വണ്ടി മാറ്റിയിട്ടാണ് ഞാൻ ഒരു വണ്ടി എടുത്തത്. എൻ്റെ പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഓടിക്കാൻ പഠിച്ചത് ആ ഒരു വണ്ടിയിലാണ്. അപ്പം 10 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചും കൂടി കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഈ ഒരു കുറച്ച് സൈസ്ഡാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ കാലെത്താനും കുഴപ്പമില്ല, പക്ഷേ നല്ല ഹൈറ്റ് കുറഞ്ഞവർക്ക് ഈ ഒരു വണ്ടി കുറച്ച് പോസിബിൾ ആവും തോന്നുന്നില്ല കാലെത്താനായിട്ട്. എനിക്ക് ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ട്രാഫിക്കൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഈ വണ്ടി നല്ല രീതിക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ ആദ്യമായിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി വണ്ടി അങ്ങനെ മറിഞ്ഞ അപ്പോൾ അന്നത്തെ ഒരു വീഴ്ചയിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് കളർ പോയി. ഇതൊക്കെ ഞാൻ എന്തായാലും കവർ ചെയ്യും. പക്ഷേ അന്ന് വീണത് ഇവിടെ തട്ടിയിട്ടായിപ്പോയി. ഇനി അങ്ങനെ വണ്ടി ഇത് ഇങ്ങോട്ട് മാറിയിട്ട് വീഴുകയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ എന്തായാലും ഒരവ് കിട്ടും. അപ്പം ഈ ഭാഗമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വണ്ടി ഇവിടെയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പോകാൻ കുറച്ച് പാടായിരിക്കും, അത്രയും ഗ്ലേസിംഗ് ആയിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പം ഇവിടെയൊക്കെ ഒരു ഒരവ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാവും. അപ്പം അത്രയും കെയർ ചെയ്ത് കൊണ്ടുപോകണം. ട്രാഫിക്ക് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വന്ന ഒരാളായതുകൊണ്ട് നമുക്കറിയാം, അത് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു വണ്ടി കൊണ്ട് നടക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. അതല്ല ആദ്യമായിട്ട് ഒരു വണ്ടി ഓടിച്ചു വരുന്ന ഒരാൾക്ക്, പഠിച്ചു വരുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പഴയ വണ്ടി, ആ ഒരു ചെറിയൊരു വണ്ടി ഓടിച്ചിട്ട് പിന്നെ ഇതിലേക്ക് വരുമ്പം കുറച്ചും കൂടിയും എന്താ പറയുക, ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടി. പിന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റ്, ഡിം ആൻഡ് ബ്രൈറ്റ് ഇവിടെ ഉണ്ട് സ്വിച്ചുകൾ. പിന്നെ ഇൻഡിക്കേറ്റർ ആണ് ഇത് കാണുന്നത്. പിന്നെ ഹോണ്, ഇത് നോർമൽ അനലോഗ് മീറ്ററാണ് ഇതിൽ വന്നേക്കുന്നത്. ഡിജിറ്റൽ വരുന്നത് റെസിഡൻ്റ് ഡിസ്ക് വെർഷനിലാണ് ഡിജിറ്റൽ മീറ്റർ വരുന്നത്. ഇത് സാധാരണ അനലോഗ് മീറ്ററാണ് കേട്ടോ. ഇവിടെ സ്പീഡോമീറ്റർ കാണാം, അതുപോലെ ഓഡോമീറ്റർ കാണാം. വണ്ടി ഇതുവരേക്കും 470 കിലോമീറ്റർ ഓടി കേട്ടോ. അപ്പം വണ്ടി എടുത്തിട്ട് 30 ദിവസം ആയി. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് നമുക്ക് 1000 കിലോമീറ്റർ ആയാലാണ് ഫസ്റ്റ് സർവീസ് ചെയ്യുക. ഒന്നെങ്കിൽ 1000 കിലോമീറ്റർ ആവണം, അല്ലെങ്കിൽ 30 ദിവസം ആവണം. വണ്ടി എടുത്തിട്ട് അപ്പം 30 ദിവസമായി. അപ്പം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് ചെയ്യാനായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്തു, പിന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു, അത്ര ചെയ്തോളൂ. പിന്നെ എനിക്കൊന്ന് വാക്സ് കോട്ടിങ് ചെയ്യണമെന്നുണ്ട്. അതിപ്പോൾ എന്താണ് ചെയ്യുന്നില്ല, വണ്ടി എടുത്തിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ 405 രൂപയാണ് ഫസ്റ്റ് സർവീസ് ചെയ്യാനായിട്ട് എനിക്ക് വണ്ടിക്ക് വന്നത്. പിന്നെ 470 കിലോമീറ്റർ ഇവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക്, പിന്നെ അവിടുന്ന് ഇങ്ങോട്ടൊക്കെ 2-3 വട്ടമൊക്കെ പോയി. അങ്ങനെ എനിക്ക് ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു 79, 78, 80-നടുത്ത് കിലോമീറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഉള്ളതുകൊണ്ട് 470 കിലോമീറ്റർ ആയത്. പിന്നെ ഇവിടെ ഫ്യൂൽ മീറ്റർ വരുന്നുണ്ട്. ഇത് വന്നിട്ട് കുറച്ച് നല്ല ഷേപ്പായുള്ളൊരു കണ്ണാടിയാണിത്. പിന്നെ ഇവിടെ വന്നിട്ട് യമഹയുടെ ഒരു ചെയിൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലോക്ക് നമുക്ക് തൂക്കിയിടാനൊക്കെ ഉള്ളൊരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെക്കാം. പിന്നെ കീ ജസ്റ്റ് നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഓപ്പൺ ആവും കേട്ടോ. അപ്പോൾ സീറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നോർമലി സാധാരണ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ഉണ്ടല്ലോ, ആ ഹെൽമെറ്റ് സുഖമായിട്ട് വയ്ക്കാം. പിന്നെ നമ്മൾ സാധനങ്ങൾ, പിന്നെ ഇത് എൻ്റെ യമഹയുടെ സംഗതികളൊക്കെയാണ്, അതൊക്കെ ഇതിൽ വയ്ക്കാം. പിന്നെ ഇത് ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ടൂൾ കിറ്റ് 2 സംഭവമുള്ളോട്ടെ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് കേട്ടോ. പിന്നെ ഫ്യൂവൽ ക്യാപ്പ് ഇതിനുള്ളിലായിട്ട് തന്നെയാണ് വരുന്നത്. എനിക്ക് തോന്നി കുറച്ചും കൂടി ചില വണ്ടികൾക്ക് പുറത്തൊക്കെ ഉണ്ടല്ലോ, സീറ്റിൻ്റെ ഉള്ളിൽ നിന്നല്ലാണ്ട് പുറത്തേക്ക് വരുന്ന രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നില്ല. എപ്പോഴും തുറക്കണ്ടല്ലോ. 5.2 ലിറ്ററാണ് കേട്ടോ കപ്പാസിറ്റി. അപ്പം അണ്ടർ സീറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇത്രയും സ്പേസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടി നമുക്ക് ഹാൻഡ് ലോക്ക് ചെയ്യാനായിട്ട് ഹാൻഡിൽ ഇങ്ങോട്ട് തിരിച്ചിട്ട് നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാം. നോർമലി സാധാരണ വണ്ടികൾ ലോക്ക് ചെയ്യുന്ന പോലെ.
പിന്നെ വന്നിട്ട് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പം ഇതിൽ വരുന്നത് സ്മാർട്ട് മോട്ടോർ ജനറേറ്ററാണ് വരുന്നത്. പിന്നെ വരുന്നത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സിസ്റ്റമാണ്. അതിൻ്റെ ബട്ടണാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൺ ആക്കി ഇടുകയാണെന്നുവെച്ചെങ്കിൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് വണ്ടി താനെ ഓഫായി പോകും. കാരണം പെട്രോൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് നമ്മൾ ഒന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വണ്ടി സ്റ്റാർട്ടായിക്കോളും. എറണാകുളത്തൊക്കെ മെയിനായിട്ട് വേണ്ട സംഗതി അതാണ്. കാരണം കൂടുതൽ സ്ഥലങ്ങളും ബ്ലോക്ക് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത്രയും നേരം നമുക്ക് അവിടെ സിഗ്നലുകൾ ഒരുപാടുണ്ട്. അപ്പം ആ സിഗ്നൽ വരുന്ന സമയത്ത് അത്രയും നേരം നമുക്ക് വണ്ടി നിൽക്കണം. അപ്പം ആ ടൈമിൽ അത് ഓഫായി നിൽക്കും. ജസ്റ്റ് നമ്മൾ ആക്സിലറേറ്റർ ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി താനെ ഓൺ ആവും കേട്ടോ. അപ്പോൾ ഇത് വേണ്ടാത്ത സാഹചര്യങ്ങളിൽ നമുക്കിത് ഓഫ് ചെയ്തിടാം അല്ലെങ്കിൽ ഓൺ ചെയ്തിടാം. പിന്നെ വരുന്നത് സെൻസർ സ്റ്റാൻഡാണ്. വണ്ടി സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവില്ല കേട്ടോ. സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമാണ് വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി താനെ ഓഫായി പോകും. പിന്നെ ഇങ്ങോട്ട് വന്നാൽ സൈലൻസർ അത്യാവശ്യം കുറച്ച് വലിയൊരു സൈലൻസർ പോലെ കേട്ടോ അത് കാണിച്ചേക്കണേ. കുറച്ച് വലുപ്പമുണ്ട് സൈലൻസർ. പിന്നെ അത് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് രണ്ട് സൈഡിൽ ഫ്രണ്ടിലുള്ള പോലെ തന്നെ സെയിം ബൾബുകളാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ ഇതൊരു ലൈറ്റാണ് കേട്ടോ. ഉണ്ടോ ഇത് കത്തും. ഇവിടെ ഇത് കാണാനായിട്ട് നമ്പർ പ്ലേറ്റ് കാണാനായിട്ട് ഇത് കത്താറുണ്ട്. ഇവിടെ ഈ രണ്ട് സൈഡിലും റിഫ്ലക്ടർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ പറഞ്ഞ പോലെ ടയർ ഈ ബാക്കിലെ ടയർ കുറച്ച് അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ എൻജിൻ്റെ പോർഷൻ ഇതാണ്. വണ്ടി നമുക്ക് സെൽഫ് സ്റ്റാർട്ടും ചെയ്യാം. ഒപ്പം ഇതിൽ കിക്ക് സ്റ്റാർട്ടും ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു സംഭവം കിക്ക് സ്റ്റാർട്ടാണ്. മൊത്തത്തിൽ ടോട്ടലി കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഫ്രണ്ടിലെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെയാണ്. കാരണം ആ ഗ്രില്ലും കൂടി വന്നപ്പം കുറച്ചുകൂടി ലുക്കായി. കാരണം കുറേ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നൊരു സൗണ്ട് കാണിക്കാം. ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് വണ്ടി സ്റ്റാർട്ടാവുക. ഈ ഓവർ സൗണ്ടൊന്നും വണ്ടിക്കില്ല. അപ്പം ഞാൻ 10 വർഷം യൂസ് ചെയ്ത യമഹ റേസർ എന്ന് പറയുമ്പം ആ ഒരു വണ്ടി എനിക്ക് മാറ്റാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മനസ്സുകൊണ്ടൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും വർഷം ആ വണ്ടി ഒരു യൂസ് ചെയ്തു. പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് വണ്ടിയിൽ. പിന്നെ എറണാകുളത്തൊക്കെ വന്നപ്പം പിന്നെ കുറേ അധികം ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ട്രാഫിക്കിൽ നിൽക്കുമ്പോഴും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങൾ വണ്ടിക്ക് വന്നിരുന്നു. പിന്നെ തോന്നി എല്ലാവരും നല്ല പുതിയ വണ്ടി നല്ല ഭംഗിയുള്ള വണ്ടിയൊക്കെ ആയിട്ടല്ല പോണത്. അപ്പം ഇതുകൊണ്ട് എനിക്ക് ഈ ഒരു വണ്ടി മാറ്റാൻ സമയമായി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ കുറച്ച് ലാഗായി. കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലി ഓക്കെ അല്ലായിരുന്നു. പക്ഷെ എന്തോ പിന്നീട് എല്ലാം ഓക്കെ. ഈ ഒരു വണ്ടി എനിക്ക് വാങ്ങാൻ പറ്റി. പിന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് യമഹയുടെ എയറോക്സ് ആയിരുന്നു. പിന്നെ എയറോക്സ് നേരിൽ കണ്ടിട്ട് എയറോക്സിൻ്റെ സൈസ് കണ്ടപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ആ ഒരു വണ്ടി നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതുപോലുള്ള ഈ ഈടാമുക്ക് സ്ഥലങ്ങളിലൊന്നും കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണോ എന്ന് എനിക്ക് തോന്നി. കാരണം അതിൻ്റെ സൈസ് അങ്ങനെയായിരുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിടണമെങ്കിൽ ഇത്രയും പരിമിതമായ സ്ഥലത്തൊക്കെ നമ്മൾ പലയിടത്തും പോയി കഴിഞ്ഞാൽ പരിമിതമായ സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ. അതിൻ്റെ ഇടയിൽ എയറോക്സ് പോലുള്ള ഒരു വണ്ടി വലിയ സൈസുള്ള വണ്ടി കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുമ്പം അത് പോസിബിൾ ആവില്ല എന്ന് തോന്നി. പിന്നെ അത് മാത്രമല്ല എയറോക്സിന് 2 ലക്ഷത്തിനടുത്ത് വരുന്നുണ്ട്. ഒരു സാഹചര്യത്തിൽ 2 ലക്ഷത്തിൻ്റെ വണ്ടി വാങ്ങിക്കുന്നത് എനിക്ക് കുറച്ച് ഈസി അല്ല. വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് പോസിബിൾ ആവില്ല എന്ന് മനസ്സിലായി. പിന്നെ ക്യാമറയിൽ കുറച്ച് ലൈറ്റ് കുറവുണ്ടാകും. എൻ്റെ അസിസ്റ്റൻറ്റ് ക്യാമറ ഒന്ന് നേരെ കൊണ്ടല്ല പിടിക്കുന്നത്. പിന്നെ ലൈറ്റ് ഇവിടെ നമ്മൾ വന്നത് ഈവനിങ് ടൈമിലാണ് കേട്ടോ. അപ്പം ഒരു 5 മണി ആവാറായിട്ടുണ്ടാവണം. 4 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം 5 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് നന്നായി കുറവുണ്ട്. അപ്പം അതുകൊണ്ട് ലൈറ്റിൽ കുറച്ച് കാണാം. ക്യാമറമാൻ കിടന്ന് അപ്പോൾ ക്യാമറ അങ്ങോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈറ്റ് നന്നായി കുറവുണ്ടാകും. ഇപ്പം നമ്മൾ ഈവനിങ്ങിന് വന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നിറയെ ആൾക്കാരാട്ടത്. അവിടെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. മീൻ പിടിക്കാനൊക്കെ ആളുകളൊക്കെ വരും. അവിടെയൊക്കെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് കുറേ ആമ്പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്. വാ, ഇത്രയൊക്കെയാണ് എനിക്കറിയുന്ന പോലെ എൻ്റെ വണ്ടീനെ ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു. യമഹ റേസർ 125. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയതായിട്ട് വരുന്നവരാണെന്നുവെച്ചെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി കുറേ റൈഡൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.